സർ, ഒരു പൊടി കൂടി കിട്ടിയിട്ടുണ്ട്. ബോഡി നാട്ടുകാരാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ കാണുന്ന രീതിക്ക് ഒരു ഓപ്പൺ സ്പേസിലാണ് ബോഡി ഡംപ് ചെയ്തിരിക്കുന്നത്. സാർ ഇതാണ് പഠിച്ചത്. നോ സാർ, നോട്ട് ഇറ്റ് ഓൾ. പ്രീവിയസ് കേസുകളെ പോലെ തന്നെ ഹെഡും ബോഡിയും ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണ്. തൃശൂർ എളനാട് പോക്സോ കേസിലെ പ്രതിയായ യുവാവിനെ വെട്ടിക്കൊന്നു. എളനാട് സ്വദേശി സതീഷ് ആണ് കൊല്ലപ്പെട്ടത്. 36 വയസ്സായിരുന്നു. ആളൊഴിഞ്ഞ വീടിന്റെ വരാന്തയിലാണ് സാർ, എന്നാലും ഇതൊക്കെ ആരും ചെയ്യേണ്ടാവുക. എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം? അവനാരായാലും ഐ വിൽ ഫൈൻഡ് ഹിം. She went. We were two names on a borrowed page, two lost hearts in a crowded place. She laughed like spring through an open screen, made an old world feel 17. The street lights bowed when she'd walk by, silver dreams in her midnight eyes. Now the porch swing moves all alone, singing songs to an empty home, and the town keeps turning slow, like it doesn't even know. You killed her, and I'm here for you. എന്തായാലും മറ്റേ കേസിന്റെ കാര്യം പറയാം. വാ, ഉള്ളി കയറിയിരിക്കും. എന്തായാലും ഇതിന്റെ കേസിന്റെ കാര്യങ്ങളൊക്കെ ഉടമ്പഴായി. സാർ, ഇതുവരെ സോളിഡായിട്ട് എവിഡൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സൈക്കോ കില്ലർ അല്ല ഇയാൾ. എന്താണ് തോന്നാൻ കാരണം? സാർ, ബേസിക്കലി നമ്മൾ കണ്ടുവരുന്ന സൈക്കോ കില്ലേഴ്സൊക്കെ അവരുടെ സ്വന്തം ഹാപ്പിനെസ്സിനും എൻജോയ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് അവർ കൊലകൾ ചെയ്യാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സാർ. ഇവിടെ ആകെയുള്ള ഒരു സിമിലാരിറ്റി എന്ന് വെച്ചാൽ ഹെഡ് സ്വാപ്പ് ചെയ്യുക മാത്രമാണ്. ഈ കൊല ചെയ്യപ്പെട്ടവരെല്ലാം ഈ റേപ്പ് കേസിൽ നിന്ന് ഊരിപ്പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഈ ബോഡീസ് എല്ലാം ഡംപ് ചെയ്തുള്ളത് പബ്ലിക്കായിട്ടാണ്, അതും എല്ലാവരും കാണുന്ന പോലെ. സാർ, ഐ തിങ്ക് അയാൾക്ക് നമ്മുടെ സൊസൈറ്റിയോട് എന്ത് പറയാനെന്ന പോലെ. ബട്ട് ഐ വിൽ ഫൈൻഡ് ഹിം സാർ. അപ്പോൾ നീ പ്രതിയെ പറ്റി പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കുക. എന്നിട്ട് തന്നെ അന്വേഷണം പ്രതി അറസ്റ്റ് കാര്യങ്ങൾ ചെയ്യുക. അത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തീകരിക്കണം കേട്ടോ. ഭയങ്കര സമ്മർദ്ദമുള്ള കേസാണത്. അല്ല, നീ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. സാർ, ഡ്യൂട്ടി ഉണ്ട് സാർ. അന്ന് ശരി, ഓക്കെ, പിന്നെ കാണാം. സർ, വീണ്ടും ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. ബട്ട് ദിസ് ടൈം വി ഹാവ് ആൻ ഐഡന്റിറ്റി. സർ, നൈറ്റ് ഒരു 2-നാണ് ബോഡി ഡംപ് ചെയ്തിരിക്കുന്നത്. ആ ടൈമിൽ വീടിന് വെളിയിൽ ഇറങ്ങിയ ഒരാളാണ് ബോഡി ഡംപ് ചെയ്യുന്നത് കണ്ടത്. ഒരു ബ്ലാക്ക് കളറിലാണ് കില്ലർ വരുന്നത്. ഡിസ്റ്റൻസിലായതുകൊണ്ട് ഫേസിൽ ഡ്രോയിങ് പോലെ എന്തോ ഉള്ളത് കൊണ്ടും ഫേസ് വ്യക്തമായി കാണാൻ പറ്റിയില്ല എന്നാണ് വിറ്റ്നസ് പറഞ്ഞത്. ഫ്രം ഹിസ് മെമ്മറി വി ഗോട്ട് ദ ഫേസ് ഡ്രോയിങ്. വി ഹാവ് സെൻഡ് ഇറ്റ് ടു യുവർ ടേബിൾ സർ. Who are you? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തായത് എൻ്റെ ഫൈൻഡിങ്സ്? സാർ, അടുത്തുള്ള ഒരു ഷോപ്പിലെ CCTV പരിശോധിച്ചപ്പോൾ വി ഗോട്ട് ദ നമ്പർ ബട്ട് ഇറ്റ് ഈസ് ഫേക്ക്. വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഒരു തരം ദേവകോലം കെട്ടി തുള്ളുന്നവർ വരയ്ക്കുന്ന പോലെ. ആൻഡ് ഈ ഡ്രോയിങ് വരയ്ക്കുന്നത് വളരെ ചുരുക്കം. അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഹി ക്യാൻ ഹെൽപ്പ് us.
മോമി അകത്ത് വരുന്ന ഞാൻ വിളിക്കാം. ഇത് രാമന സാറേ, എൻ്റെ ശ്രീരാമൻ. അവൻ എൻ്റെ ഒരു അനിയനെ പോലെ സാറേ. അമ്മയും അച്ഛനും ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവനെ എടുത്തു വളർത്തിയത്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലാ ആ വേഷം കിട്ടി ആടാൻ പറ്റുള്ളൂ. അത് അവന് വേണ്ടോളം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാണ് അവനൊരു അനിയത്തി കുട്ടി കിട്ടിയത്, സാറ. പെമ്പിളാരുണ്ട് ഒരുപാട് സീനറി കളിക്കുന്നൊക്കെല്ലേ കേട്ടടാ. ഏട്ടാ കുഴപ്പമൊന്നുമില്ല. ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് ബാഗ് ഞാൻ പിടിക്കണം. ആട്ടിക്ക് ഞാൻ പിടിക്കാം. അന്നത്തെ നാളുകൾക്ക് ശേഷം അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ് അവർക്ക് ഒരു അറിഞ്ഞില്ല സാറേ. അവരുടെ ചെറിയ പരിചയം പിന്നീട് സൗഹൃദമായി മാറി സാറേ. നീ ഇവിടെ ഇരിക്കാറുണ്ടോ? ഞാൻ എൻ്റെ പപ്പേനെ അമ്മേനെ ആലോചിച്ചതാ. അവരിട്ട് പോയിട്ട് 10 വർഷമായില്ലേ. അതിനിപ്പോ എന്താ, എന്നെ ഇട്ടിട്ട് പോയിട്ട് 20 വർഷമായി. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഞാൻ നിന്നെ എൻ്റെ അനിയത്തേൽ എടുത്തോട്ടെ. புதிரம் சேர்க்காத உறவென்றாலும் விதி நெய்த பந்தமடி நீ தனிமை தேடிய என் பாதையில் தங்கையாய் பூத்தவள் நீ. பிறவி எழுதாத சொந்தத்தை புன்னகையால் சிதுக்கியோமா. என் நிழல் நீங்கும் நாள் வரை உனக்கென அண்ணனாய் நிற்பேன் நான். ഒരിക്കൽ വേഷം കെട്ടി ആടിയ ശേഷം അവൻ വന്നപ്പോൾ അവൻ്റെ ഫോണിൽ കണ്ടത് നിർത്താതെ വന്ന സാറയുടെ കോളാണ്. അവൻ തിരിച്ചു വിളിച്ചു, പക്ഷെ ആരും എടുത്തില്ല. The subscriber is currently switched off. Please try after some time. അവളെ തപ്പി ഇറങ്ങി അന്വേഷിച്ചു, കേസ് കൊടുത്തു. ദിവസങ്ങളായി, ആഴ്ചകളായി, അവളെ കിട്ടിയില്ല. എടാ നീ എന്നെ ഇട്ടിട്ട് പോണോ? പോവോ? ഞാൻ പോവും. ശരിക്കും പോവണേ?
കെട്ടിയവനെ പ്രതിയാക്കുന്നതല്ല സാർ നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റം അവരെ കൈവിട്ടു. ഉള്ളിലെ സൗഹൃദം പുറമെയുള്ളവർക്ക് അറിയില്ലല്ലോ. അവളെ കൊന്നത് അവനന്ന് വരെയായി സാറേ. അതിനുശേഷം എല്ലാവരും മാധ്യമങ്ങളൊക്കെ കുട്ടി ആഘോഷിച്ചു. എന്താ ചെയ്യുക? അതിനുശേഷം അവനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. ഒരിക്കലും ഒരു കത്ത് വന്നു, അത് അവൻ്റെ ആയിരുന്നു. അതിലവൻ ഒന്നിനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവൻ്റെ സാറെ കൊന്നവനാണ് കൊല്ലുന്നത്. അവൻ കൊല്ലും സാറാണ്. സാറൊക്കെ വേണ്ടിയിട്ട് അവൻ അതെങ്കിലും ചെയ്യണ്ടേ? സോ ആ കാറ് റെൻറ്റഡ് ആണ്. റെൻറ്റിനെടുത്ത ആളുടെ ID പ്രൂഫിൽ നിന്നും നമുക്കൊരു അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പേടിക്കണ്ട, ശരിയാണ്. സർ ഒരു ബോഡി കൂടി കിട്ടിയിട്ടുണ്ട്. ബട്ട് ദിസ് ടൈം ഇറ്റ്സ് എ ഗേൾ. What?